ഫുജേറയിലൊരു വനിതയ്ക്ക് മാസീവായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഫുജേറ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. 40 മിനിറ്റ് ഹൃദയം അനങ്ങിയിട്ടില്ല, സ്തംഭനം തന്നെയാണ്. ഡോക്ടർമാർ എല്ലാ പണിയും എടുത്തു, അഡ്വാൻസ് ടെക്നിക്ക് ഉപയോഗിച്ചു. 40 മിനിറ്റ് ആകുമ്പോൾ അത്ഭുതം, അസാധാരണമായ അത്ഭുതം സംഭവിച്ചു. ജീവൻ തിരിച്ചു കിട്ടി. ഡോക്ടർ തായർ കാസിം ആൻഡ് ടീം ആത്മാർത്ഥമായി സല്യൂട്ട് അർപ്പിക്കുന്നു. അഭിനന്ദനങ്ങൾ. വരുന്ന തിങ്കളാഴ്ച സ്കൂൾ തുറക്കുന്ന ദിവസം ദുബായിൽ മാത്രം 750-ലധികം സീനിയർ പോലീസ് ഓഫീസർമാർ റോഡുകളിലുണ്ടാവും. 250-ലധികം പട്രോൾ സംഘങ്ങൾ റോഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അപകടങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ഉണ്ടാകും. മാത്രമല്ല, മുകളിൽ നിന്ന് ഡ്രോണുകൾ അപ്പോൾ ലൈവായി നിരീക്ഷിച്ചുകൊണ്ട് സെൻട്രൽ ഓഫീസിലേക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ബൈക്കിൽ പോകുന്ന പോലീസ് സംഘങ്ങളും പട്രോളിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടാവും. സ്കൂൾ തുറക്കുന്ന ദിവസം അത്ഭുതങ്ങളൊന്നും ഉണ്ടാവാതെ, അപകടങ്ങളൊന്നും സംഭവിക്കാതെ, തിരക്കൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. ഇതിനിടെ UAE മിനിസ്ട്രി അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ പബ്ലിക് സ്കൂളുകളിലാണ് ഈ പറയാൻ പോകുന്ന സമയത്തിൽ ചെറിയ മാറ്റം. ഒരു വിഭാഗം കുട്ടികൾക്ക് രാവിലെ 7:15 ആരംഭിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് കഴിയും. മറുവിഭാഗം കുട്ടികൾക്ക് രാവിലെ 8 മണിക്ക് ആരംഭിച്ച് 2:30 കഴിയുന്നതുകൊണ്ട് 3:15 കഴിയുന്നതുകൊണ്ട് അത് ഈ ഗ്രേഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ എല്ലാ സംവിധാനവും ഏർപ്പാടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, തിങ്കളാഴ്ച തന്നെ എമിറേറ്റ്സ് റോഡിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞ് വീണ്ടും സമ്പൂർണ്ണമായി തുറന്നു കൊടുക്കുന്നു. അങ്ങനെ നല്ലൊരു അധ്യയന വർഷത്തിൻ്റെ ആരംഭമാകട്ടെ. ട്രാഫിക് ഇല്ലാതെ, അപകടങ്ങളില്ലാതെ പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ആർക്കും അനുഭവപ്പെട്ടതൊന്നുമില്ല, പക്ഷേ ഇന്ന് അറിഞ്ഞിരിക്കണം. ഇന്ന് ഉച്ചയ്ക്ക്, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:35 ഫുജേറയിലെ അൽ സഫാദ് എന്ന് പറയുന്ന മേഖലയിൽ 3.3 അളവിൽ ഭൂചലനമുണ്ടായി. അത് ഭൂമിക്കടിയിലേക്ക് 2.3 കിലോമീറ്റർ താഴ്ചയിലാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രമെന്ന് പറയുന്നു. പക്ഷേ താമസക്കാർക്ക് ആർക്കും ഒരു ചലനഗതി ഉണ്ടായിട്ടില്ല. ഉപകരണത്തിൽ രേഖപ്പെടുത്തി എന്ന് മാത്രം. ഒടുവിൽ യുണൈറ്റഡ് നേഷൻസ് ഇന്ന് പറഞ്ഞു, ഗസ കൊടും ദാരിദ്ര്യം, പട്ടിണി നേരിടുന്ന മേഖലയായി മാറിയിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനം. അതിൽ 5 ലക്ഷത്തിലധികം ആളുകൾ വളരെ വലിയ ദുരന്തത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നും UN ലോകത്തെ അറിയിച്ചിരിക്കുകയാണ്. എന്ത് കാര്യം? Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, Ayurveda RS, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Rent-A-Car, Al-Usud Cargo, Ar-Rahmani Perfumes, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.